പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പലകാലം പ്രൈസ് എൻ്റെ സാക്ഷിയിൽ നിന്ന് ചില വാക്കുകൾ ചുരുക്കമായി പറയുവാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കൊരു വചനം വായിക്കാം. എഫേസ്യർക്ക് ലേഖനം 6-ാം അധ്യായം എൻ്റെ 10-ാം വചനം. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവേൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്തിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. പ്രൈസ് ലോർഡ്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ 16 വർഷം കർത്താവിൻ്റെ വേലയിൽ നിൽക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. കഴിഞ്ഞ 6 വർഷം ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ ഇരുട്ടിൻ്റെ കാലഘട്ടമായിരുന്നു. പൈസലോ എന്നെ ഏറ്റവും അധികം ദുഃഖിപ്പിച്ചത്, എന്നെ വളരെയധികമായി തളർത്തിക്കളഞ്ഞത് എൻ്റെ ഭാര്യയുടെ മരണമാണ്. 2025 ഡിസംബർ മാസം 15-ാം തീയതി എൻ്റെ ഭാര്യയെ ലോകത്തു നിന്ന് കർത്താവ് സന്നിധിയിൽ ചേർക്കുവാൻ ഇടയായിത്തീർന്നു. കഴിഞ്ഞ 6 വർഷങ്ങൾ വളരെ കഷ്ടതയുടെ മധ്യത്തിലും പ്രതികൂലയുടെ മധ്യത്തിലും പ്രതിസന്ധിയുടെ മധ്യത്തിലും ഈ അമ്പലച്ചിറ ദേശത്ത് കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ദൈവം കൃപ നൽകി. പ്രൈസ്ലോ. എൻ്റെ ജീവിത ചരിത്രം നോക്കുമ്പോൾ വളരെ സമയം എടുക്കും. ഏകദേശം 3 മണിക്കൂറെങ്കിലും എടുത്തെങ്കിൽ മാത്രമേ എൻ്റെ ചെറുപ്രായം മുതൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും സാക്ഷി പറയുവാൻ ഇടയാകുള്ളൂ. എന്നാൽ ചുരുക്കം പോയിന്റുകളായി ചില കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. 2004-ാം ആണ്ട് ജൂലൈ മാസം 21-ാം തീയതി ചെങ്ങന്നൂരിൻ്റെ പ്രദേശത്തു നിന്ന് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ ഇറങ്ങി തിരിപ്പാനിടയായിത്തീർന്നു. പ്രൈസലോ. എന്നാൽ തുടർന്ന് ഞാൻ വീട്ടിൽ ബൈബിൾ കോളേജ് പഠിക്കുവാൻ വേണ്ടി കടന്നു വന്നു. എന്നാൽ വീട്ടിലെ സാഹചര്യം അന്നത്തെ കഷ്ടതയിൽ കൂടി ബുദ്ധിമുട്ടിൽ കൂടി കടന്നു പോകുന്ന സന്ദർഭമായതുകൊണ്ട് എനിക്ക് കർത്താവിൻ്റെ വേല അപ്പോൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കടന്നു പോകാൻ ഇടയായിത്തീർന്നില്ല. പ്രൈസലോ. തുടർന്ന് 2008-ാം ആണ്ട് വിവാഹത്തോട് തുടർന്നാണ് കർത്താവിൻ്റെ വേല ചെയ്യുവാൻ സംഘടനാ തലത്തിൽ ഏജി സംഘടനയിൽ ചേർന്നുകൊണ്ട് ചെയ്യുവാൻ ദൈവം കൃപ നൽകി. പ്രൈസലോ. 2006-2007 കാലഘട്ടങ്ങളിൽ ഒമാൻ്റെ പ്രദേശത്ത് ജോലിയോടുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ദൈവം എനിക്ക് കൃപ നൽകി. സ്തോത്രം. ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. പ്രൈസലോ. കഴിഞ്ഞ 2019-ാം ആണ്ട് ആഗസ്റ്റ് 20-ാം തീയതി തെങ്കാശിയുടെ പ്രദേശത്ത് ഞങ്ങൾ ടീം വർക്കുമായി കർത്തദാസന്മാരെ കടന്നു പോകുമ്പോൾ ഏകദേശം 100 പുതിയ നിയമം എൻ്റെ തോളിൽ ചുമന്നുകൊണ്ട് ആ തെരുവീതികൾ കൊടുക്കുവാനിടയായി. എന്നാൽ എൻ്റെ പ്രധാന റോഡിലേക്ക് ഇറങ്ങുമ്പോൾ സുവിശേഷ വിരോധികൾ എന്നെ പിടിച്ച് ജയിലിൽ അടയ്ക്കുവാൻ ഇടയായിത്തീർന്നു. അതുപോലെ തന്നെ 2007-ാം ആണ്ടിൽ ഒമാൻ്റെ പ്രദേശത്ത് വെച്ച് ഒരു സഹോദരനോട് സുവിശേഷം അറിയിച്ചതുകൊണ്ട് അവിടെയും വളരെ ഉപദ്രവങ്ങൾ കഷ്ടതകളൊക്കെ സുവിശേഷ വേലയിൽ നിന്ന് അനുഭവിപ്പാൻ കഴിഞ്ഞ് വളരെയധികം ദിവസം മറ്റ് അനേക സ്നേഹിതന്മാരുടെ റൂമുകളിലൊക്കെ കഴിയുവാൻ ഇടയായിത്തീർന്നു. പ്രൈസിലോ. പ്രിയമുള്ളവരെ, ഈ അമ്പലച്ചിറ ദേശത്ത് കഴിഞ്ഞ 5 വർഷം കഴിഞ്ഞ് ചെയ്യുവാൻ ദൈവം എനിക്ക് കൃപ നൽകി. പ്രൈസിലോ. ഇന്നും കർത്താവ് അവൻ്റെ മഹിമാസനയിൽ കളങ്കമില്ലാത്തവനെ ആനന്ദത്തോട് നിർത്തിയിരിക്കുന്നു. ആ കർത്താവ് വിളിച്ച ദൈവം വിശ്വസ്തനായ ദൈവമാണ്. പ്രൈസിലോ. നമ്മെ വിളിച്ച കർത്താവ് അവൻ അന്ത്യം വരെയും നടത്തുവാൻ ശക്തനായ ദൈവമാണ്. പ്രൈസിലോ. എഫേസ്യർക്ക് ലേഖനം 6-ന്റെ 10-ാം വചനത്തിൽ പറയുന്നത്, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുവിൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്തിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. പ്രൈസിലോ. വളരെ കഷ്ടതയുടെ മധ്യത്തിലും എൻ്റെ ഭാര്യയുടെ മരണത്തോടടുത്ത ദിവസങ്ങളിൽ പ്രൈസിലോ ഞാൻ രാത്രിയാമത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ വീഡിയോ അല്പം കൂടുതലാണെന്ന് മനസ്സിലായി. പ്രൈസിലോ. ദയവ് ചെയ്ത് ചുരുക്കമായി പ്രധാന പോയിന്റുകളാണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് പറയുന്നത്, കാണുക. പ്രൈസിലോ. പ്രിയമുള്ളവരെ, ആ കർത്താവ് എനിക്ക് രാത്രികാലം പ്രത്യക്ഷമാവാൻ ഇടയായിത്തീർന്നു. പ്രൈസിലോ. 3 ദൂതന്മാർ എൻ്റെ മുമ്പിൽ പറന്നിറങ്ങുന്നത് കാണുവാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ കർത്താവ് എന്നോട് അരുളി ചെയ്തത്, ഞാൻ നിന്നെ സഹായിക്കും, ഭയപ്പെടേണ്ട എന്ന് ഒരു ശബ്ദം
എനിക്ക് കാതിൽ കേൾക്കുവാനും ആ കർത്താവിൻ്റെ സാന്നിധ്യം അടുത്തനുഭവിപ്പാൻ ദൈവം കൃപ ചെയ്തു. പ്രൈസിൽ അനേക സന്ദർഭങ്ങളിൽ കർത്താവിനെ കാണുവാൻ, പ്രൈസിലോ ആ ദൈവ തേജസ്സിനെ 2004 കാണുവാൻ ഇടയായിത്തീർന്നു. പ്രിയമുള്ളവരെ, ദൈവം എത്രയോ സർവശക്തനാണ്. പ്രൈസിലോ ഏത് കഷ്ടതയുടെ മധ്യത്തിൽ നമ്മോടൊപ്പം ഇറങ്ങി വരുന്ന കർത്താവ്, നമ്മെ വഴി നടത്തുന്ന കർത്താവ്, പ്രൈസിലോ ആ കർത്താവ് വിളിച്ച ദൈവം വിശ്വസ്തനായ ദൈവമാണ്. പ്രൈസിലോ പറഞ്ഞാൽ വാക്കുമാറാത്ത കർത്താവാണ്. ആ കർത്താവിൽ നാം ആശ്രയിച്ചാൽ കർത്താവ് നമ്മെ കൈവിടത്തില്ല. ആ ദൈവം ഇന്നും എന്നേക്കും നമ്മുടെ ദൈവം, അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തുമെന്ന് ഭക്തനായ ദാവീദ് പറയുവാൻ ഇടയായിത്തീർന്നു. പ്രൈസിലോ ആ ദൈവം ഇന്നും എന്നും നമ്മെ നടത്തുവാൻ ശക്തനായ ദൈവമാണ്. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.